റയാൻ കൃഷ്ണയുടെ ചുണ്ടുകൾ പതിയെ ഉരുവിട്ടു. അപ്പോൾ മറന്നിട്ടില്ല നീ എന്നെ? ഞാൻ കരുതി കുറച്ചുനാൾ കാണാതിരുന്നപ്പോൾ ഈ ഉള്ളവനെ കൊച്ചു തമ്പുരാട്ടി മറന്നുപോയെന്നു. മാറിൽ പിണച്ചു കെട്ടിയ കൈകൾ അയച്ച് ഒരു ചുവട് മുന്നിലേക്ക് വെച്ചുകൊണ്ട് റയാൻ പറഞ്ഞു. താൻ താൻ എങ്ങനെയാ വീടിനുള്ളിൽ കയറിയത്? പുറത്തു പോ. ഉള്ളിലെ ഭയം മറച്ചു വെച്ചുകൊണ്ട് കൃഷ്ണ റയാന് നേരെ ചീറി. ആ, ഇതെന്തൊരു ചോദ്യമാണ് കൃഷ്ണ? നീ തന്നെയല്ലേ മുന്നിലെ വാതിൽ തുറന്നിട്ടിട്ട് ഇവിടെ വന്ന് സ്വപ്നം കണ്ട് നിന്നത്? വാതിലടയ്ക്കാമെന്ന് മറന്ന നിമിഷത്തെ അവൾ മനസ്സാൽ പഴിച്ചു. താൻ പുറത്തു പോകാൻ നോക്ക്, ഇല്ലെങ്കിൽ ഞാൻ ഒച്ചവെച്ച് ആളെ കൂട്ടും, കൃഷ്ണ ദേഷ്യത്തോടെ പറഞ്ഞു. അങ്ങനെ പോകാനല്ലല്ലോ കൃഷ്ണ ഞാൻ ഇങ്ങോട്ട് വന്നത്, നിന്നെ എന്റേതാക്കാൻ വേണ്ടിയല്ലേ? ഒരു വഷളം ചിരിയോടെ കൃഷ്ണയെ മൊത്തത്തിൽ ഒന്ന് ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു. ഛേ! അവന്റെ നോട്ടം കണ്ട് കൃഷ്ണ അറപ്പോടെ മുഖം തിരിച്ചു. ഇങ്ങനെ മുഖം തിരിക്കല്ലേ കൃഷ്ണ നീ. അത് എനിക്കുള്ളിലെ നീ എന്നെ ലഹരിയെ കൂടുതൽ മത്തുപിടിപ്പിക്കുകയേ ഉള്ളൂ. നീ മനസ്സ് കൊണ്ടു നടന്ന നിന്റെ ജോ, അവനിപ്പോ നിന്നെ വേണ്ടല്ലോ. പിന്നെ എന്താ നിനക്ക് എന്നിലേക്ക് ചേരാനുള്ള തടസ്സം? അവനെപ്പോലെ ഒരാണല്ലേ ഞാനും. അവൻ നിനക്ക് തന്നിട്ടുള്ളതെല്ലാം ഞാനും നിനക്ക് തരാം, വേണമെങ്കിൽ അതിൽ കൂടുതൽ. റയാന്റെ വായിൽ നിന്ന് വരുന്ന അറയ്ക്കുന്ന വാക്കുകൾ കേൾക്കെ കൃഷ്ണയ്ക്ക് അവനോട് വല്ലാത്ത ദേഷ്യം തോന്നി. പക്ഷേ അവൾ പ്രതികരിച്ചില്ല. ഇപ്പോൾ അവിടെ അവൾ തനിച്ചാണെന്നും റയാനെ പ്രകോപിച്ചാൽ അവന്റെ ഉള്ളിലുള്ള ലഹരി അവനെ ഭ്രാന്തനാക്കുമെന്നും അവൾക്ക് അറിയാമായിരുന്നു. എന്താ കൃഷ്ണ നീ മിണ്ടാത്തത്? ഓ, നിന്റെ വയറ്റിലുള്ള അവന്റെ കുഞ്ഞാണോ നിന്റെ പ്രശ്നം? അതിനെ നമുക്കങ്ങ് പകരം നിനക്ക് ഞാൻ തരാം, എന്റെ രക്തത്തിൽ ഒരു കുഞ്ഞിനെ. എന്താ, സമ്മതമാണോ നിനക്ക്? റയാൻ! കത്തുന്ന കണ്ണുകളോടെ കൃഷ്ണ റയാന് നേരെ അലറി. അലറണ്ട നീ. റയാൻ ഒന്ന് ആഗ്രഹിച്ചാൽ എന്ത് വില കൊടുത്തും ഞാനത് നേടിയിരിക്കും. ഞാൻ മോഹിച്ചതിൽ എനിക്ക് കിട്ടാതെ പോയത് നിന്നെ മാത്രമാണ്. അതും ഞാൻ ഇന്ന് നേടിയെടുക്കും. അതും പറഞ്ഞ് റയാൻ കൃഷ്ണയ്ക്ക് അരികിലേക്ക് നടന്നു. അതിനനുസരിച്ച് കൃഷ്ണ പിറകിലേക്ക് നടന്നു. റയാൻ, വേണ്ട, എൻ്റെ അടുത്തേക്ക് വരരുത്. കണ്ണുകളിൽ നിറഞ്ഞ ഭയത്തോടെ കൃഷ്ണ പിറകിലേക്ക് ചുവടുവെച്ചു. കൃഷ്ണ! ഒരു നിലവിളിയോടെ ജോയൽ ബെഡിൽ നിന്ന് ചാടി എഴുന്നേറ്റു. അവന്റെ ശരീരമാകെ വിയർപ്പിനാൽ കുതിർന്നു. അവൻ ഭയത്താൽ വിറച്ചു. തൊണ്ട വറ്റി വരളും പോലെ തോന്നിയതും അവൻ കൈയെത്തിച്ച് ബെഡിനരികിലെ ടേബിളിനായിരുന്ന ജഗ്ഗിൽ നിന്ന് വെള്ളമെടുത്ത് അതേപടി വായിലേക്ക് ഒഴിച്ചു. കണ്ടത് സ്വപ്നമാണെന്ന് വിശ്വസിക്കാൻ അപ്പോഴും അവന് കഴിയുന്നുണ്ടായിരുന്നില്ല. അവൻ അടിമുടി വിറയ്ക്കാൻ തുടങ്ങി. ശബ്ദം കേട്ട അപ്പോഴേക്കും ജോബിനും ജിബിനും അവിടേക്ക് ഓടിയെത്തി. എന്താടാ, എന്തു പറ്റി? നീ എന്തിനാ നിലവിളിച്ചത്? വിയർത്തു കുളിച്ചുള്ള അവന്റെ ഇരിപ്പ് കണ്ട് ജിബിൻ വേഗം അവന്റെ അടുത്തേക്ക് ചെന്നു. അത് സ്വപ്ന കൃഷ്ണ, അവൾക്ക് എൻ്റെ കുഞ്ഞ്. അവൻ പരസ്പര ബന്ധമില്ലാതെ എന്തൊക്കെയോ പറയാൻ തുടങ്ങി. എന്നതാ ജോയിച്ചാ നീ പറയുന്നത്? മനുഷ്യന് മനസ്സിലാകുന്നത് പോലെ പറ, ജിബിൻ അല്പം ദേഷ്യത്തിൽ തന്നെ ചോദിച്ചു. ജോബിൻ അപ്പോഴും ഒന്നും മിണ്ടിയില്ല. ഒന്നുമില്ല. അതും പറഞ്ഞ് ജോയൽ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ജിബിനെയും ജോബിനെയും ഒന്ന് നോക്കി ബാത്റൂമിലേക്ക് കയറി. പരസ്പരം ഒന്ന് നോക്കി അവർ റൂമിന് പുറത്തേക്കും. കൈക്കുമ്പിളിൽ വെള്ളമെടുത്ത് മുഖത്തേക്ക് ശക്തിയിൽ ഒഴിച്ചിട്ട് മിററിന് ഇരുവശത്തും കൈകൾ കുത്തി ജോയൽ അതിലേക്ക് നോക്കി. അവന്റെ കണ്ണുകൾ കലങ്ങി ചുവന്നിരുന്നു. എന്താണിപ്പോ ഇങ്ങനെയൊരു സ്വപ്നം? എന്റെ കൃഷ്ണയ്ക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചു കാണുമോ? ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അപ്പോഴും അവന്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. പ്രിയപ്പെട്ടവൾക്ക് എന്തോ സംഭവിക്കാൻ പോകുന്നത് പോലെ അവന്റെ ഹൃദയം ക്രമാതീതമായി മിടിച്ചുകൊണ്ടിരുന്നു. മുറിയിൽ ഓരോ കൊച്ചു വർത്തമാനം പറഞ്ഞിരിക്കുകയാണ് സേവിച്ചനും മറിയവും. നിങ്ങളത് തീരുമാനിച്ചോ? മറിയം അല്പം കടുപ്പിച്ചു തന്നെ ചോദിച്ചു. എന്ത് തീരുമാനിച്ചോന്ന്? സേവിച്ചൻ മനസ്സിലാകാത്തതുപോലെ ചോദിച്ചു. ജോയിച്ചന്റെ ലിയയുടെയും കാര്യം. അതെന്നതാ മറിയാമോ ഇത്രയ്ക്ക് തീരുമാനിക്കാൻ? നമ്മളത് നേരത്തെ പറഞ്ഞുറപ്പിച്ചതല്ലയോ? നിങ്ങൾ എന്താ തമാശ കളിക്കുവാണോ? അതോ ഒന്നും കാണാത്തതും കേൾക്കാത്തതും പോലെ അഭിനയിക്കുകയാണോ? വയറ്റിലൊരു കൊച്ചിനെയും വെച്ച് ആ പെങ്കൊച്ചി ഇവിടെ വന്ന് അങ്ങനെയൊക്കെ പറയണമെങ്കിൽ അതിലെന്തെങ്കിലും കാര്യമില്ലാതെ ഇരിക്കുമോ? അവൾ മാണിക്യശ്ശേരിയിലെ കുട്ടിയാണ്. ഈ മുറ്റത്ത് വന്ന് അവൾ ഒരിക്കലും നുണ പറയില്ല. അതെന്നേക്കാൾ നന്നായി നിങ്ങൾക്കും അറിയാം. പിന്നെ എന്തിനാണ് ഈ അഭിനയം? മറിയം ദേഷ്യത്തിൽ തന്നെ ചോദിച്ചു. ഞാനല്ലല്ലോ അവളെ കെട്ടിയതും അവൾക്ക് വയറ്റിലുണ്ടാക്കിയതും. അതേ ദേഷ്യത്തിൽ തന്നെ സേവിച്ചൻ തിരിച്ചും ചോദിച്ചു. അവളെ മിന്നുകെട്ടിയവൻ പറയട്ടെ ആദ്യം അവൾ അവന്റെ പെണ്ണാണെന്ന്, വയറ്റിലുള്ളത് അവന്റെ ചോര ആണെന്ന്, എന്നിട്ടാവാം ബാക്കിയല്ല. അതും പറഞ്ഞ് സേവിച്ചൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റു. പിന്നെ എന്തിനാ നിങ്ങൾ ലിയെ ഓരോന്ന് പറഞ്ഞ് മോഹിപ്പിച്ചത്? അവൾ നമ്മുടെ കുട്ടി തന്നെയല്ലേ, വെറുതെ അതിന് മോഹം കൊടുത്തിട്ട്. മറിയം സങ്കടത്തോടെ പറഞ്ഞു. എന്റെ മറിയാമോ, നീ അവളെ അത്ര വലിയ പുണ്യവതിയൊന്നും ആക്കി കളയല്ലേ. നമ്മുടെ മോളുടെ തനി പകർപ്പാ അവളും. പിന്നെ പോൾസന്റെ ഗുണവും കാണാതിരിക്കുവോ? സ്വത്തും പണവും കഴിഞ്ഞേ ഉള്ളൂ അവർക്ക് സ്നേഹബന്ധങ്ങൾ. അതുകൊണ്ട് നീ അതോർത്ത് പേടിക്കണ്ട. കൃഷ്ണ ജോയിച്ചന്റെ ഭാര്യയാണെന്നും അവളുടെ വയറ്റിൽ അവന്റെ കുഞ്ഞുണ്ടെന്നും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ലിയയും ഇതിനിറങ്ങി പുറപ്പെട്ടത്. ഇനി എന്ത് വന്നാലും നേരിടേണ്ടത് അവളുടെ കൂടി കടമയാണ്. അതും പറഞ്ഞുകൊണ്ട് സേവിച്ചൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഒന്ന് നിശ്വസിച്ചുകൊണ്ട് മറിയവും. റയാൻ മുന്നോട്ട് വരുന്നതിനനുസരിച്ച് കൃഷ്ണ പിറകിലേക്ക് ചുവടുവെച്ചു.
പിറകിലേക്ക് നടന്ന് അവൾ ചുമരിൽ തട്ടി നിന്നു. അപ്പോഴേക്കും റയാൻ അവളുടെ തൊട്ടടുത്ത് എത്തിയിരുന്നു. അവൻ അവൾക്ക് ഇരുവശവും കൈകൾ കുത്തി അവളുടെ മേലേക്ക് അമർന്നു. അവനിൽ നിന്ന് വരുന്ന മദ്യത്തിന്റെ രൂക്ഷഗന്ധം നാസികയിലേക്ക് തുളച്ചു കയറും പോലെ തോന്നി കൃഷ്ണയ്ക്ക്. അവൾ രണ്ട് കൈകൾ കൊണ്ടും അവനെ തള്ളിമാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അവളുടെ എതിർപ്പുകളെ വകവയ്ക്കാതെ റയാന്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ പിടിമുറുക്കി. അവന്റെ പിടിയുടെ മുറുക്കം കൂടുന്നതിനനുസരിച്ച് കൃഷ്ണ അവന്റെ കൈകളിൽ കിടന്ന് കുതറി. എന്നെ വിട് റയാൻ, വിടാനാ പറഞ്ഞത്. അവൾ രണ്ട് കൈകൾ കൊണ്ടും അവന്റെ നെഞ്ചിൽ ശക്തിയിലടിച്ചു. അടങ്ങി നിൽക്ക് കൃഷ്ണ, നിനക്കിന്ന് എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. നിന്നെ രക്ഷിക്കാൻ ആരും ഇങ്ങോട്ട് വരികയുമില്ല. എന്തു വന്നാലും ഇന്ന് ഞാൻ നിന്നെ മുഴുവനായും സ്വന്തമാക്കും. വാശിയോടെ പറഞ്ഞുകൊണ്ട് റയാൻ അവളുടെ മുഖത്തിനു നേരെ മുഖം അടുപ്പിക്കാൻ തുടങ്ങിയതും കൃഷ്ണ അവനെ സർവ്വശക്തിയുമെടുത്ത് പിറകിലേക്ക് തള്ളി. പ്രതീക്ഷിക്കാതെയുള്ള അവളുടെ നീക്കത്തിൽ റയാൻ രണ്ടടി പിറകിലേക്ക് നീങ്ങി. ആ സമയം കൊണ്ട് കൃഷ്ണ റൂമിന്റെ കോർണറിലെ ടേബിളിലായി ഉണ്ടായിരുന്ന മൺകൂജ എടുത്ത് റയാന്റെ തലയിലേക്ക് വീശിയടിച്ചു. അത് പല കഷ്ണങ്ങളായി ചിന്നി ചിതറി അവിടമാകെ പടർന്നു. ഒരലർച്ചയോടെ റയാൻ തല താങ്ങി പിടിച്ചുകൊണ്ട് നിലത്തേക്ക് മുട്ടുകുത്തിയിരുന്നു. ആ സമയം കൊണ്ട് കൃഷ്ണ പുറത്തേക്ക് ഓടിയിറങ്ങി. ഡി! തലയിൽ നിന്ന് ചോര കൈകളിലേക്ക് പടരുന്നത് കാര്യമാക്കാതെ റയാൻ നിലത്തുനിന്ന് എഴുന്നേറ്റ് കൃഷ്ണയ്ക്കും പിറകെ ഓടി. താഴേക്കുള്ള കോണിപ്പടികൾ വേഗത്തിൽ ഓടിയിറങ്ങുകയായിരുന്ന കൃഷ്ണ പെട്ടെന്ന് നിന്നു. വയറിനകത്ത് എന്തോ കൊളുത്തിപ്പിടിക്കും പോലെ തോന്നിയതും അവൾ രണ്ട് കൈകൊണ്ടും വയറിനെ അമർത്തി പൊതിഞ്ഞു പിടിച്ചു. അവൾക്ക് വയറിനുള്ളിൽ ആകെ ഒരു പുകച്ചിൽ പോലെ തോന്നി. അവൾ അറിയാതെ പറഞ്ഞുപോയി. കണ്ണുകളും നിറഞ്ഞൊഴുകി. കൃഷ്ണ, നീ എത്ര ഓടിയാലും നിനക്ക് എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. റയാൻ മുകളിൽ നിന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് പടികൾ ഇറങ്ങാൻ തുടങ്ങിയതും വയറിലെ വേദന മറന്നുകൊണ്ട് കൃഷ്ണ വീണ്ടും മുന്നിലേക്ക് ഓടി. പലയിടത്തും വീഴ്ച വീഴാൻ പോയെങ്കിലും അവൾ എങ്ങനെയൊക്കെയോ ഓടി. മുൻവാതിലിനരികിലെത്തിയതും ആരുടെയോ നെഞ്ചിൽ തട്ടി അവൾ നിന്നു. ഒരാശ്രയം കിട്ടിയതുപോലെ കൃഷ്ണ ആഞ്ഞ് ശ്വാസം വലിച്ചു. ആ നേരം കൊണ്ട് തന്നെ അവൾ വല്ലാതെ തളർന്നു പോയിരുന്നു. അവൾ തല ഉയർത്തി തന്നെ ചേർത്ത് പിടിച്ചിരിക്കുന്ന കൈകളുടെ ഉടമയെ നോക്കി. മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് കൃഷ്ണയുടെ കണ്ണുകളിൽ ആശ്വാസം നിറഞ്ഞു. ജോപ്പ! വിറയ്ക്കുന്ന ശബ്ദത്തിൽ വിളിച്ചുകൊണ്ട് അവൾ അകത്തേക്ക് കൈകൾ ചൂണ്ടിക്കാണിച്ചു. കിച്ചു! എന്താ മോളെ, എന്തു പറ്റി? ജോൺ അവളുടെ അവസ്ഥ കണ്ട് ടെൻഷനോടെ ചോദിച്ചു. റയാൻ! അവൻ എന്നെ പൂർത്തിയാക്കാൻ കഴിയാതെ കൃഷ്ണ അടിമുടി വിറച്ചു. അവളുടെ ഒരു കൈ അപ്പോഴും വയറിനെ പൊതിഞ്ഞു പിടിച്ചിരുന്നു. വയറിനുള്ള വേദന അവളെ നന്നായി തന്നെ തളർത്തി. കൃഷ്ണ! ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് റയാൻ അവിടേക്ക് വേഗത്തിൽ വന്നു. കൃഷ്ണയ്ക്ക് അരികിൽ എത്തുന്നതിന് മുമ്പ് അവനൊന്ന് നിന്നു. അവളെ ചേർത്ത് പിടിച്ചിരിക്കുന്ന ജോണിനെ കണ്ട് അവൻ ഞെട്ടി. അപ്പോഴേക്കും ജോണും അവനെ കണ്ടിരുന്നു. അയാളുടെ കണ്ണുകൾ ദേഷ്യത്താൽ ചുവന്നു. നീ എന്താ ഇവിടെ? എൻ്റെ മോളെ നീ എന്താ ചെയ്തേ? ജോൺ കത്തുന്ന കണ്ണുകളോടെ റയാന് നേരെ ചീറി. എൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ ജോൺ സാർ, നിങ്ങൾക്കെന്താ മാണിക്കശ്ശേരി മനയിൽ കാര്യം? എടുത്തടിച്ചതുപോലെയുള്ള റയാന്റെ ചോദ്യത്തിൽ ജോൺ ഒന്ന് പതറി. അത് നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല. ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ നോക്ക്, ഇല്ലെങ്കിൽ നീ വന്നതുപോലെ തിരിച്ചു പോകില്ല. കൃഷ്ണയെ തന്നിൽ നിന്ന് അടർത്തി മാറ്റി റയാനരികിലേക്ക് ചുവട് വെച്ചുകൊണ്ട് ജോൺ താക്കീതോടെ പറഞ്ഞു. അത് പറയാൻ നിങ്ങൾ ആരാ? ഞാൻ വന്നത് ഇവളെ കൊണ്ടുപോകാനാണ്. വന്നിട്ടുണ്ടെങ്കിൽ റയാൻ ഇവളെയും കൊണ്ടേ പോകൂ. അവൻ വീറോടെ പറഞ്ഞുകൊണ്ട് ജോണിനെ മറികടന്ന് കൃഷ്ണക്കരികിലേക്ക് പോകാൻ തിരിഞ്ഞു. അതിനു മുമ്പ് റയാന്റെ നെഞ്ചിൽ കൈവച്ച് ജോൺ അവനെ തടഞ്ഞു. റയാൻ ജോണിനെ രൂക്ഷമായി നോക്കി. അത് വകവയ്ക്കാതെ അയാൾ അവനെ മൊത്തത്തിലൊന്ന് നോക്കി. അവന്റെ തലയിൽ നിന്ന് കഴുത്തിലേക്ക് വലിച്ചിറങ്ങുന്ന ചോരയിൽ അയാളുടെ കണ്ണുകൾ ചെന്ന് നിന്നു. അയാൾ കൈ അവന്റെ നെഞ്ചിൽ നിന്ന് എടുത്ത് ആ ചോരയിലൊന്ന് തൊട്ടു. വിരലിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന അവന്റെ ചോരയിലേക്ക് നോക്കി ജോൺ പുച്ഛത്തോടെ ചിരിച്ചു. എന്നിട്ട് തിരിഞ്ഞ് കൃഷ്ണയെ നോക്കി. വയറിൽ അമർത്തി പിടിച്ച് വാതിലിനോട് ചാരി കണ്ണുകൾ അടച്ചു നിൽക്കുകയാണ് അവൾ. എന്നതാടി മോളെ ഇത്? ഇത്രയേ ചെയ്തോളാം നീ? കുറഞ്ഞു പോയല്ലോ. മിനിമം ഇവന്റെ കാലും കൈയെങ്കിലും തല്ലി ഒടിക്കേണ്ടതായിരുന്നു. വില കളഞ്ഞല്ലോ നീ, ജോൺ നിരാശയോടെ കൃഷ്ണയോട് പറഞ്ഞു. വയ്യ ജോപ്പ, സ്റ്റാമിന പോരാ. പഴയതുപോലെ ഒന്നിനും പറ്റുന്നില്ല. ഒറ്റയ്ക്കല്ലല്ലോ, ഉള്ളിൽ ഒരാൾ കൂടിയില്ലേ? അല്ലെങ്കിൽ തീർത്തേനെ ഈ നായയെ ഞാൻ. കൃഷ്ണ കണ്ണുകൾ തുറന്ന് വീറോടെ പറഞ്ഞു. ഡി! അലറിക്കൊണ്ട് അവളുടെ അടുത്തേക്ക് പോകാൻ ശ്രമിച്ചതും ജോൺ റയാന്റെ നെഞ്ചിൽ പിടിച്ച് പിറകിലേക്ക് ഊപ്പോടെ തള്ളി. അവിടുന്നുള്ള കൽത്തൂണിൽ തട്ടി അവൻ നിന്നു. ആ അടങ്ങട കൊച്ചനെ, കേട്ടില്ലേ നീ അവള് പറഞ്ഞത്? നിന്നെ കൊന്നേനെ എന്ന്. അവൾ മാണിക്കശ്ശേരിയിലെ ചന്ദ്രചൂഡന്റെ മകളാണ്. അതായത് ഒറ്റ തന്തയ്ക്ക് പിറന്ന നല്ല ഉശിരുള്ള പെണ്ണ്. അല്ലാതെ നിന്നെപ്പോലെ രണ്ട് തന്തയ്ക്ക് ഉണ്ടായതല്ല. ഇനി ഈ മുറ്റത്തോ ഇവളുടെ നിഴൽവട്ടത്തോ നിന്നെ കണ്ടാൽ, ഇപ്പൊ നീ കണ്ട ജോണിനെ ആവില്ല ഇനി നീ കാണാൻ പോകുന്നത്. പിന്നെ ഇവളുടെ ഭർത്താവ്, അതായത് എൻ്റെ മകൻ ജോയൽ, അവൻ മരിച്ചിട്ടില്ല, ജീവനോടെ തന്നെയാ ഉള്ളത്. ഇവൾ അവന്റെ പെണ്ണ, വയറ്റിലുള്ളത് അവന്റെ ചോരയും. ഇപ്പൊ നീ കാണിച്ച നെറുകെട്ട പണി അവൻ അറിയാതിരിക്കാൻ മുട്ടിപ്പായി പ്രാർത്ഥിച്ചോ നീ? അവന്റെ ചെവിയിൽ ഇത് എത്തുന്ന ദിവസം നിന്റെ അവസാനമായിരിക്കും.
വെറുതെ എൻ്റെ ചെക്കനിനെ കൊലപാതകയാക്കരുത്. അപ്പോൾ പൊന്നുമോൻ വേഗം പോകാൻ നോക്ക്, അല്ലെങ്കിൽ ഇനി പൊട്ടാൻ പോകുന്നത് നിന്റെ തലയാവില്ല. ജോൺ അവനെ തൂണിലേക്ക് ഒന്നുകൂടി അമർത്തിക്കൊണ്ട് പറഞ്ഞു. ഇപ്പോൾ ഞാൻ പോകാം, പക്ഷേ ഞാൻ ഇനിയും വരും. അന്ന് അവളെ ഞാൻ കൊണ്ടുപോവുകയും ചെയ്യും. എൻ്റെ വഴി തടയാൻ ഒരപ്പന് പിറന്നവനും ഉണ്ടാവില്ല അന്നേരം. ഓർമ്മയിൽ വെച്ചോ. പിന്നെ കുരിശിങ്കൽ ജോൺ സേവ്യർ ജയിച്ചു എന്ന് കരുതണ്ട. ഇപ്പോൾ ഇവിടെ താൻ കാണിച്ച ചീപ്പ് ഷോയ്ക്കുള്ള മറുപടി അങ്ങ് കുരിശിങ്കൽ തറവാട്ടിൽ സേവ്യർ എന്ന തൻ്റെ അപ്പൻ്റെ മുന്നിൽ പറയാൻ ഒരുങ്ങിയിരുന്നു. റയാൻ അയാൾക്ക് നേരെ വിരൽ ചൂണ്ടി മുന്നറിയിപ്പ് പോലെ പറഞ്ഞു. പൊന്നു മോനെ റയാനേ, നിന്റെ അപ്പൻ ഫിലിപ്പിന്റെ പിറപ്പുകേട് എന്നോട് കാണിക്കാൻ നിൽക്കല്ലേ. ഞാൻ കൈപൊക്കി കഴിഞ്ഞാൽ നീ അത് താങ്ങൂല. ചിലക്കാതെ ഇറങ്ങിപ്പോടാ. ജോൺ അവനെ പുച്ഛത്തോടെ നോക്കി. നീ ഈ പ്രാവശ്യവും എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇനി അത് ഉണ്ടാവില്ല കൃഷ്ണ. നിന്നെ എല്ലാ പഴുതുകളും അടച്ച് ഞാൻ പൂട്ടുന്ന ഒരു ദിവസം വരും. അന്ന് നീ അതിനുള്ളിൽ കിടന്ന് ശ്വാസം മുട്ടുന്നത് ഞാൻ ആവോളം കണ്ട് രസിക്കും. കൃഷ്ണയ്ക്ക് മുന്നിൽ വന്ന് ഭീഷണി മുഴക്കി അവൻ വേഗത്തിൽ പുറത്തേക്ക് പോയി. കിച്ചു. ജോൺ കൃഷ്ണയ്ക്ക് അരികിലേക്ക് ചെന്ന് അവളെ ചേർത്ത് പിടിച്ച് ഒരു പൊട്ടിക്കരച്ചിലോടെ അവൾ അയാളുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു. കരയാതെ മോളെ, അവനൊരു ചുക്കും ചെയ്യില്ല. വയറ് വേദനിക്കും ജോപ്പ, നിനക്ക് പറ്റുന്നില്ല. അവൾ വയറിൽ അമർത്തി പിടിച്ചുകൊണ്ട് ഒന്ന് തേങ്ങി. മോളെ എന്താ പറ്റി? അയാൾ ആദിയോടെ ചോദിച്ചു. അറിയില്ല, ഞാൻ ഓടിയപ്പോൾ വേദനിക്കുന്നു. വാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാൻ. ജോൺ അവളെയും കൊണ്ട് പുറത്തേക്ക് നടന്നു. കാറിനരികിലേക്ക് ചെന്ന് അവളെ കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ചായച്ചിരുത്തി അയാൾ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറാൻ നിന്നപ്പോൾ രാമേട്ടൻ അവിടേക്ക് വന്നു. എന്തു പറ്റി സാറേ? കൃഷ്ണക്കുഞ്ഞിന് എന്താ, വയ്യായിക വല്ലതുമാണോ? സീറ്റിൽ ചാരി കണ്ണുകൾ അടച്ചിരിക്കുന്ന കൃഷ്ണയെ നോക്കി രാമേട്ടൻ ചോദിച്ചു. അവൾക്ക് വയറ്റിൽ എന്തോ വേദന തോന്നുന്നുവെന്ന്. ഹോസ്പിറ്റലിൽ ഒന്ന് കാണിക്കണം. രാമേട്ടന് ബുദ്ധിമുട്ടില്ലെങ്കിൽ കാശിയുടെ 1-2 ഡ്രസ്സ് ഹോസ്പിറ്റലിൽ എത്തിച്ചേക്കാമോ? അതിനെന്താ സാറേ, ഞാൻ കൊണ്ടുവരാം. ശരി രാമേട്ട, പോരുമ്പോൾ വാതിൽ പൂട്ടി ചാവി കൂടി കൊണ്ടുവന്നേക്കണേ. എന്നാ ഞങ്ങൾ ഇറങ്ങുക. ജെസ്സി തിരികെ വീട്ടിലെത്തുമ്പോൾ മുറ്റത്ത് തന്നെ ലിയ നിൽപ്പുണ്ടായിരുന്നു. അവളെ കണ്ടിട്ടും കാണാത്തതുപോലെ ജെസ്സി മുന്നോട്ട് നടന്നു. നീ ഇത്രയും നേരം എവിടെയായിരുന്നു ജെസ്സി? തന്നെ ശ്രദ്ധിക്കാതെ പോകുന്ന ജെസ്സിയെ പിടിച്ചു നിർത്തി ലിയ ദേഷ്യത്തിൽ ചോദിച്ചു. അത് നിന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല. എന്നെ ചോദ്യം ചെയ്യാൻ നീ ആരാ? കൈ എടുക്കടി. തന്നെ പിടിച്ചിരിക്കുന്ന ലിയയുടെ കൈ തട്ടി എറിഞ്ഞുകൊണ്ട് ജെസ്സി അലറി. ഞാൻ ആരാണെന്ന് അറിയില്ലേ നിനക്ക്? നിന്റെ ഇച്ചായന്റെ ഭാവി വധു, അതായത് നിന്റെ ഏട്ടത്തിയമ്മ. ലിയ വലിയ കാര്യം പോലെ പറഞ്ഞു. ആഹാ, അത് കൊള്ളാമല്ലോ. ഇതെനിക്ക് പുതിയ അറിവാ. എന്നാൽ എൻ്റെ ഭാവി ഏട്ടത്തിയമ്മ ചെവി തുറന്നു കേട്ടോ. ഈ ജെസ്സിക്ക് ഈ ജന്മം എൻ്റെ ജോയിച്ചിൻ്റെ പെണ്ണായിട്ട്, എൻ്റെ ഏട്ടത്തിയായിട്ട് ഒരാളെ ഉണ്ടാവൂ. മാണിക്കശ്ശേരി മനയിലെ കൊച്ചു തമ്പുരാട്ടി കൃഷ്ണപല്ലവി. അതിനി മാറ്റം വരണമെങ്കിൽ ഈ ജെസ്സിക്കയെ കുഴിയിലോട്ടെടുക്കണം. കേട്ടോടി ഭാവി ഏട്ടത്തിയമ്മേ, ജെസ്സി ലിയയൊന്ന് ആക്കിക്കൊണ്ട് പറഞ്ഞു. അത് നിന്റെ വ്യാമോഹമാണ് ജെസ്സി. ജോയിച്ചൻ്റെ പെണ്ണായി കുരിശിങ്കൽ തറവാട്ടിൽ ഒരു പെണ്ണ് കയറുന്നുണ്ടെങ്കിൽ അത് ലിയോണയായിരിക്കും. നിന്റെ ഈ നെകളിപ്പ് ഞാൻ അന്നേരം മാറ്റിത്തരാം. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ എൻ്റെ തല മുട്ടയടിച്ച് പുള്ളി കുത്തും. ഒന്ന് പോടി. നടക്കുന്ന കാര്യങ്ങൾ മാത്രം സ്വപ്നം കാണ്. പിന്നെ ഈ വീടിന് പുറത്തുള്ള നിന്റെ അഴിഞ്ഞാട്ടമൊന്നും ആരും അറിയുന്നില്ലെന്ന് കരുതണ്ട. ആ റയാൻ എന്ന് പറയുന്ന ചെറ്റയുമായി നിനക്കുള്ള ബന്ധം ഇവിടെയുള്ള മറ്റാർക്കും അറിയില്ലെങ്കിലും ഈ ജെസ്സിക്ക് അറിയാം. എന്നെ കൊണ്ടത് എല്ലാവരോടും പറയിപ്പിക്കരുത് നീ. പിന്നെ ഈ മുറ്റത്ത് കാല് കുത്താൻ പോലും കഴിയില്ല നിനക്ക്. ലിയയ്ക്ക് നേരെ വിരൽ ചൂണ്ടി പറഞ്ഞുകൊണ്ട് ജെസ്സി നിന്ന് വിറച്ചു. വേണ്ട വേണ്ട എന്ന് കരുതി വിട്ടുകളയുക നിന്നെ ഞാൻ. അത് നിന്നെ ഓർത്തല്ല, എൻ്റെ വല്യപ്പച്ചനെ ഓർത്താ. സ്നേഹിച്ചു വളർത്തുന്ന മക്കളായാലും കൊച്ചുമക്കളായാലും വഴി പിഴച്ചു പോയെന്നറിഞ്ഞാൽ അതെൻ്റെ വല്യപ്പച്ചനെ സഹിക്കില്ല. ആ നെഞ്ചു പിടയുന്നത് കാണാൻ വയ്യാഞ്ഞിട്ടാ നിന്നെ ഞാൻ പലപ്പോഴും ഓങ്ങി വിടുന്നത്. പക്ഷേ ഇനി അത് ഉണ്ടാവില്ല. എൻ്റെ നേർക്കുള്ള നിന്റെ ഈ പരാക്രമം നീ നിർത്തിക്കോ. അതാ നിനക്ക് നല്ലത്. ഇനി ഒരിക്കൽ കൂടി എന്നെ കൊണ്ട് ഇത് പറയിപ്പിക്കരുത്. അങ്ങനെ ഉണ്ടായാൽ പിന്നെ നിന്റെ സ്ഥാനം ഈ പടിക്ക് പുറത്തായിരിക്കും. താക്കീതോടെ പറഞ്ഞുകൊണ്ട് ജെസ്സി അകത്തേക്ക് കയറിപ്പോയി. പക്ഷേ ജെസ്സി പറഞ്ഞതൊക്കെ കേട്ട് തറഞ്ഞു നിൽക്കുകയായിരുന്നു ലിയ അപ്പോഴും. താനും റയാനുമായുള്ള ബന്ധം ജെസ്സി എങ്ങനെ അറിഞ്ഞു? ആ ചോദ്യം ലിയയുടെ തലച്ചോറിലൂടെ കാർന്ന് തിന്നുകൊണ്ടിരുന്നു. ടൗണിലൂടെ ഡ്രൈവ് ചെയ്തു പോകുമ്പോഴാണ് മറുസൈഡിലെ റോഡിലൂടെ ജോണിന്റെ കാർ പോകുന്നത് ജോയൽ കണ്ടത്. ജോണിന്റെ കാർ കണ്ട് സംശയത്തോടെ അവൻ അതിലേക്ക് നോക്കി. ജോണിനൊപ്പം ഒരു പെൺകുട്ടി കൂടി അതിൽ ഉണ്ടെന്ന് കണ്ടതും ജോയലിന്റെ കണ്ണുകൾ സംശയത്താൽ ചുരുങ്ങി. സീറ്റിലേക്ക് ചാഞ്ഞ് ഒരു വശത്തേക്ക് തല ചരിച്ചു വച്ചിരിക്കുന്നത് കൊണ്ട് കൃഷ്ണയുടെ മുഖം അവന് ശരിക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഒന്നും ആലോചിക്കാതെ അവൻ ജോണിന്റെ കാറിനെ ഫോളോ ചെയ്ത് കുറച്ചു പിറകിലായി അയാൾക്ക് സംശയം തോന്നാത്ത വിധം മുന്നോട്ട് പോയി. ജോണിന്റെ വണ്ടി ചെന്ന് നിന്നത് മാണിക്കശ്ശേരി എന്ന് എഴുതിയിരിക്കുന്ന ഹോസ്പിറ്റലിന് മുന്നിലാണ്. അപ്പൻ എന്താ ഈ ഹോസ്പിറ്റലിൽ? ജോയൽ സംശയത്തോടെ ഓർത്തു. ജോൺ പാർക്കിംഗ് ഏരിയയിൽ വണ്ടി നിർത്തി അതിൽ നിന്ന് ഇറങ്ങി കോ ഡ്രൈവിംഗ് സീറ്റിന് അരികിലെത്തി വന്ന് കൃഷ്ണയെ ചേർത്ത് പിടിച്ച് പുറത്തേക്ക് ഇറക്കി. അത് കണ്ടുകൊണ്ട് ജോയൽ വേഗം വണ്ടി ഒതുക്കിയിട്ട് അതിൽ നിന്ന് ഇറങ്ങി കുറച്ച് മുന്നോട്ട് ചെന്ന്
ജോണിന് കാണാൻ കഴിയാത്ത വിധം മറഞ്ഞു നിന്ന് അവരെ ശ്രദ്ധിച്ചു. ജോണിന്റെ കൂടെയുള്ള പെൺകുട്ടിയെ ശരിക്ക് കാണാൻ കഴിയാതെ വന്നപ്പോൾ ജോയൽ കുറച്ചുകൂടി മുന്നിലേക്ക് ഇറങ്ങി നിന്നു. അപ്പോൾ തന്നെ ജോൺ കൃഷ്ണയുമായി ജോയൽ നിൽക്കുന്ന വശത്തേക്ക് തിരിഞ്ഞു. ജോണിന്റെ കൈകളിൽ മുറുകെ പിടിച്ച് അയാളുടെ ഒപ്പം മുന്നിലേക്ക് നടക്കുന്ന കൃഷ്ണയെ കണ്ട് ജോയൽ ഞെട്ടി. കൃഷ്ണ, അവൻ പതിയെ പറഞ്ഞു. അവന്റെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. അപ്പന്റെ കൂടെ കൃഷ്ണ എങ്ങനെ? അവന് ഓരോന്ന് ആലോചിക്കും തോറും തല പെരുക്കും പോലെ തോന്നി. അവർക്ക് പിറകെയായി തന്നെ അവനും ഹോസ്പിറ്റലിലേക്ക് കയറി. അവളെ ഡോക്ടറിന്റെ റൂമിലേക്ക് കൊണ്ടുപോകുന്നതും ജോൺ പുറത്ത് കാത്തു നിൽക്കുന്നതും 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഡോക്ടറിനൊപ്പം പുറത്തേക്ക് വരുന്ന കൃഷ്ണയെയും എല്ലാം ജോയൽ കണ്ടു. ആ സമയം അത്രയും ജോയൽ മറഞ്ഞു നിന്ന് അവരെ വീക്ഷിക്കുകയായിരുന്നു. അവിടുന്ന് അവർ നേരെ പോയത് കാശി കിടക്കുന്ന മുറിയിലേക്കാണ്. റൂമിലേക്ക് കയറി അവർ കാശിക്കരികിലേക്ക് ചെന്ന് നിന്നു. അപ്പോഴേക്കും റൂമിന്റെ ഡോർ തുറന്ന് ജോയൽ അകത്തേക്ക് കയറിയിരുന്നു. ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയ കൃഷ്ണയും ജോണും കാശിയും മുന്നിൽ നിൽക്കുന്ന ജോയലിനെ കണ്ട് ഞെട്ടി. കാശിയും കൃഷ്ണയും തങ്ങൾക്കരികിൽ നിൽക്കുന്ന ജോണിനെ നോക്കി. അയാളും ജോയലിന്റെ വരവിൽ ഞെട്ടി നിൽക്കുകയാണ്. ജോപ്പ, കൃഷ്ണയുടെ കൈകൾ ജോണിന്റെ കൈകളിൽ മുറുകി.